നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, കൺസോൾട്ടേഷൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ്, സ്വിംഗ് ട്രേഡേഴ്സ്, ഫോറക്സ്, ക്രിപ്റ്റോ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കൊമോഡിറ്റി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഒരു ചാർട്ടാണ്. ഞാൻ ട്രേഡിങ്ങും അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ലോസേഴ്സ് അല്ലെങ്കിൽ ഗ്യാംബ്ലിങ് പോലെ കാണുന്നവർക്ക് ഇതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള പ്രൂഫാണ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുകൂടാതെ നിഫ്റ്റിയുടെ ലൈവ് ഓപ്ഷൻ ബൈങ്ങിൻ്റെ, അതായത് നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ ലൈവ് നമ്മൾ രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിലാണ്. അപ്പോൾ ആ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഒരിക്കലും ഒരു കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് എടുക്കാനും മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്നെ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഇപ്പോൾ കാണുന്നവർക്ക് ഉണ്ടാവാം, ഒരു ഡൗട്ട് ഉണ്ടാവാം. കാരണം ഇത് എങ്ങനെയാണ്, അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ലൈവിലേക്ക് ഇരുന്ന് ചുമ്മാ ഈ പറയണ പോലെ ലോസ് ഒക്കെ പോകുന്നതിന് നല്ലതല്ല. ഒരാഴ്ച ലൈവിൽ ഇരുന്നൊക്കെ നോക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യം. അപ്പോൾ ഒരാഴ്ച ഒരു പ്രാക്ടീസിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരാഴ്ച ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു നേരിട്ടേ അപ്പായി പോയി. എല്ലാ ന്യൂട്രൽ ഓപ്പണൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സി എടുത്തിട്ട് മാക്സിമം ഈ പറഞ്ഞ ഇപ്പം അപ്പായിരിക്കുന്ന ഒരു 72 പോയിൻ്റ് വരെ നമുക്ക് പിടിക്കാം എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് വെച്ചിട്ട്, ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് 24,498 ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നേരെ ആ ഒരു ലെവലിലേക്ക് എത്തുമോ അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചും കൂടെ സ്പേസ് മുകളിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇനിയൊരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,338 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 24,338 പ്ലസ് 72, 24,410, 24,405. ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് 410 പോയി ഓപ്പൺ ചെയ്തു പോയി. എന്തായാലും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിക്ക് നടക്കട്ടെ. നല്ല പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഞാൻ.
ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മുകളിലേക്ക് എന്തായാലും മാർക്കറ്റ് വരും. പക്ഷേ അത് ഇത്തിരി ഗ്യാപ്പപ്പിൽ അങ്ങ് ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 24,402 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,478 24,500 ഭാഗത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യേണ്ടത് 24,480 ഭാഗത്തേക്ക് തൽക്കാലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുകൂടാതെ അതിനിടക്ക് ഒരുപാട് റിജക്ഷൻ ഏരിയാസ് ഉണ്ട്. അതായത് ഒരെണ്ണം 24,427 ആ ഭാഗത്തൊരു റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷൻ്റെ അപ്പുറത്തൊരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻ്റ് ആണ്. ചിലപ്പോൾ ഇവിടെ കുറേ നേരം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും ഒരൊറ്റ ബ്രേക്കൗട്ട് ചിലപ്പോൾ മുകളിലോട്ട് ആവാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ ഒരു അപ്സൈഡ് വന്നെന്നും പറഞ്ഞ് അത് കണ്ടിന്യൂസ് ചെയ്ത് പോകണമെന്നില്ല. ചിലപ്പോൾ കുറേ നേരം ചിലപ്പോൾ താഴത്തോട്ടൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. പിന്നെ സെക്കൻഡ് തിങ് 24,402 താഴത്തോട്ട് കൺസോൾട്ടേഷൻ സോണാണ്. 24,380 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ സംഭവിച്ചിട്ട് മാർക്കറ്റിലൊരു വിക്ക് വല്ല അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലെ പോയിൻ്റ് നമുക്ക് ചെറുതായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്കുള്ളതും ഇത്തിരി ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പുതിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ മെൽറ്റിങ്ങിന് ഇത്തിരി സ്പീഡ് കൂടുതലായിരിക്കും ഇന്ന്. അപ്പോൾ ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് സ്കാൽപ്പ് ചെയ്തൊക്കെ എടുക്കാനായിട്ടാണ് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ ലോങ് ഡ്രൈവ് ഒരു 10-20 പോയിൻ്റൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ ഒരു 10 പോയിൻറ്റിൽ ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. മിക്കവാറും തിരിച്ചു വന്ന് അടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 3 പോയിൻ്റ് 5 പോയിൻ്റൊക്കെ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. മാർക്കറ്റ് ഇന്ന് ആ രീതിയിലൊക്കെയാണ് ബിഹേവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. കാരണം ഓൾ ടൈം ഹൈയിൽ വരുമ്പോഴത്തേക്കും നല്ല അടിവലിവ് എന്തായാലും താഴത്തോട്ട് ഉണ്ടാകും. അപ്പോൾ 24,500 അതായത് ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇത്തിരി പൊക്കിയും കൂടെ വരക്കാം. ആദ്യം തീരുമാനിച്ചത് 24,500 അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ 24,500 താഴത്തെ ലെവലെന്ന് പറഞ്ഞാൽ 24,400. ഈ രണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു നമ്മൾ വരച്ച ലൈനിലൊക്കെ ഏതാണ്ടൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ വരികയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ആദ്യം 24,363 24,333 24,303 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഫ്യൂച്ചറിലും ഏകദേശം ഇന്നലെ തന്നെ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. 24,520 അതാണൊരു ട്രിഗർ പ്രൈസ്. അതായത് ഒരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 24,500 510 520 റേഞ്ചാണ്. അവിടം വരെ മാർക്കറ്റ് പോകാം. കാരണം RSI ഇവിടെ ഇപ്പോഴും നിലവിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. ഹയർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. 30 മിനിറ്റിലും RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ഒരു താൽക്കാലികമായിട്ടൊരു സി തന്നെയാണ്. ഇവിടുന്ന് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു പിയിലേക്ക് ഡൈവർജൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സിയിൽ നമ്മൾ നോക്കുന്നത് 9:13 സിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 182 എടുത്താൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയി പോകും. 128 24,400 എടുക്കാം. അതൊരു സ്റ്റെപ്പ് എന്തായാലും മുകളിലോട്ട് കയറും. 24,400 സി എടുക്കാം. പി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇത്തിരി ഡൗണിലേക്ക് പോകും. അപ്പോൾ 128 179 24,500 പി നമുക്ക് നോക്കാം. 24,500 പി 24,400 സി 24,400 സി 24,500 പി. അതായത് പിയിൽ 2 മിനിറ്റിലേക്ക് ഇവിടെയും 2 മിനിറ്റിലേക്ക്. ആദ്യത്തെ ഒരു എൻട്രിക്ക് എപ്പോഴും 2 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമ്പത് 14 മാർക്കറ്റ് മാക്സിമം പിയുടെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 165 ഭാഗത്താണ് മാക്സിമം ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അതായത്
ഏകദേശം 162 ഒരു സപ്പോർട്ട് ഏരിയ. അതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു വന്ന് റിജക്ഷൻ ആവാനുള്ള ഏരിയയും 165. ഓക്കെ, ഇത് 165 ഒരു സപ്പോർട്ടിംഗ് സോണാണ്. എവിടെ പോയാലാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഒരു 175-77 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 180ലേക്കും, 80 ബ്രേക്ക് ചെയ്താൽ 196-200 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ടിപ്പടിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 118 സി. 118 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി താഴത്തെ ആ ഒരു യെല്ലോ ലൈനിലേക്ക് പ്രസ് ആവാനായിട്ട് വരത്തുള്ളൂ. അതിൻ്റെ ലൈനും കൂടെ ഞാൻ വരച്ചിടാം. 118 സപ്പോർട്ടാണ്. 118 താഴത്തോട്ട് വന്നാൽ സി പിന്നെയും ഡൗൺ ആവും. അതേപോലെ തന്നെ പിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു 175-77 ബ്രേക്ക് ചെയ്താലാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നൂറ്റി 18 നമ്മളൊരു സപ്പോർട്ട് സോണായിട്ട് വെച്ചിരിക്കുന്നത്. 118 ബ്രേക്ക് ചെയ്താൽ പിന്നെയുള്ള സപ്പോർട്ട് 111. കാരണം പിയിൽ 162 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മിച്ചം നിപ്പുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലിൽ അറിയാം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഏത് ലെവലിലേക്കാണ് പോകാനുള്ളതെന്നും. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. നൂറ്റി 18 ബ്രേക്ക് ചെയ്താൽ 112ലേക്ക് സി ഫാളാവും. അപ്പോൾ ഇപ്പുറത്തത് 180 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവും. നൂറ്റി 77, 178, 179, 179.80, 181. അടുത്ത ക്യാൻഡിൽ അറിയാം അടുത്ത റിവേഴ്സൽ എവിടെ നിന്നാണെന്ന്. അപ്പോൾ 112ലേക്ക് നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഫാളാവണുണ്ട്. അപ്പോൾ 175, 10, 185. 185ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 88 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ 195 വരെ പോകും. അപ്പോൾ ഇവിടെ ഒരു സേഫായിട്ടുള്ളൊരു സോണാണ്. മാക്സിമം നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. തൊണ്ണൂറ് പോരല്ലോ. അതാ മറ്റേ SM ആയിട്ട് ഒരു റിവേഴ്സൽ വരുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഒരു 10 പോയിൻ്റ് എടുക്കുക, മാക്സിമം അവിടെ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്തിടുക. ദെൻ ബാക്കിയുള്ളത് ഒരു 5 പോയിൻ്റോ ഒരു 175 ലോക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെയും ഇതേപോലെ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് കുറേ നേരം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റാണോ ഇന്നും വരാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കുറേ നേരം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ഒറ്റയടിക്ക് സാധനം അടിച്ച് 200 ഭാഗത്തേക്ക് പോയത്.
അപ്പോൾ ഇന്നലെ അത് സെയിം അതേപോലെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എഗെയിൻ സിയിൽ നമുക്ക് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 118 ബ്രേക്ക് ചെയ്താൽ 122 130 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ ലോവർ വീക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഈ റെഡൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ പറഞ്ഞ പോലെ ഇനി മഞ്ഞ ലൈൻ മുട്ടാതെ നമുക്ക് അടുത്ത ഒരു ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റിലില്ല. നമ്മൾ 175 177 ബ്രേക്ക് ചെയ്താൽ പിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. 118 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് SMA-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് താഴത്തോട്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ പതിവ് പോലെ തന്നെ 9:20 ആയപ്പോഴത്തേക്കും ആവശ്യത്തിന് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ RSI പിയിലേക്ക് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം ആ ഒരു ലെവൽ വരെ, അൾട്ടിമേറ്റ് ഒന്നും അല്ലെങ്കിലും ഏകദേശം ആ ഒരു ലെവൽ വരെയൊക്കെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളൂ. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ്. ഒരു റെഡൊക്കെ വന്നു, എന്നിട്ട് പിന്നെ ഗ്രീൻ വന്നു, പിന്നെ റെഡ് വന്നു, പിന്നെ ഗ്രീൻ വന്നിട്ട് ഒരൊറ്റ പോക്കാണ് മാർക്കറ്റിൽ പോയത്. ഇത് ആ റിജക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നു. അതായത് SMA-ൽ വന്ന് SMA-ൽ അല്ല, ഈ ഒരു ആദ്യം ഇവിടുത്തെ ബ്രേക്ക് ചെയ്തു, അതായത് ഈ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അത്ര ശാശ്വതമായിട്ടുള്ള ഒരു മൂവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മാക്സിമം പോയാലും ഒരു 117 118 നമ്മൾ വര വരച്ച് വെച്ചേക്കണേ. അപ്പോൾ അത് ചാർട്ടിൻ്റെ വരയും നമ്മുടെ വരയൊക്കെ ഇപ്പോൾ മാക്സിമം ഒരേപോലെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കയറുക, ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുക, ദെൻ അടുത്ത ബ്രേക്കൗട്ടിൽ നമ്മൾ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് ബ്രേക്കൗട്ട് ചെയ്തിട്ട് 118 നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ്പ് കിട്ടിയാൽ മാത്രമാണ് 125 പോവുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിനേക്കാൾ സ്പീഡിൽ ചിലപ്പോൾ താഴത്തോട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. 3 പോയിൻ്റ് 5 പോയിൻ്റ് 10 പോയിൻ്റൊക്കെ നമുക്ക് എടുത്തിട്ട് മാറാം. അപ്പോൾ ഇവിടം വരെ മാർക്കറ്റ് പോയി, അത് ട്രെയിൽ ചെയ്ത് വെച്ചു, മാക്സിമം ഇറങ്ങി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ 118 ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു തിരിച്ചു വലിവ് 125 ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വന്നു. അവിടെയുള്ള സ്കാൽപ്പിംഗ് പോയിൻ്റ് എടുക്കുക, മാറുക, അത്രേ ഉള്ളൂ. വലിയ വലിയ റൈഡിനുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം ഈ മഞ്ഞ ലൈനും കൂടെ ഒന്ന് കൺഫേമായി മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അതുവരെ ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ നിൽക്കും. 126 ഒരു ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. 126 അത് ബ്രേക്ക് ചെയ്താൽ 130 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. നൂറ്റി 27 ബ്രേക്ക് ചെയ്താൽ 130 ഒരു 3 പോയിന്റ്. കാരണം ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ വിക്കിലാണ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതാണ് ഇവിടെ മാക്സിമം ഇവിടെ ഇറങ്ങുക, ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റി വെക്കുക. ദെൻ ഇവിടെ ഈ 118 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് മാക്സിമം പോകാവുന്ന 130. 130 ബ്രേക്ക് ചെയ്താൽ പിന്നെ അവിടെ നിന്നും പറന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. എന്താണ് ഇൻഡെക്സിലെ അവസ്ഥ? നമ്മൾ 2 ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്ലൂ ലൈൻ മുകളിൽ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകത്തില്ല. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, സ്കാൽപ്പിങ്ങേ നടക്കുകയുള്ളൂ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞേക്കുന്നതാണ്.
അപ്പോൾ ഒരു ലോ വിക്കും കൂടി ഇവിടെ മേ ബി ഇടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് 162 ആ ഒരു ഭാഗത്തേക്ക് ഒരു ലോ വിക്ക് വരികയാണെങ്കിൽ ഇപ്പുറത്തത് 130ലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. 129, 161ലേക്കാണ് ഇനിയൊരു വിക്ക് അടിക്കാനുള്ളത് പിയുടെ കേസിൽ. 131, 133. ഇതിൻ്റെ വിക്ക് അവിടെയും ബ്രേക്ക് ചെയ്താൽ 138 വരെയൊക്കെ മാക്സിമം. നൂറ്റി 135, 137, 138 ബ്രേക്ക് ചെയ്താൽ പിന്നെ 144. നമുക്കത് ജസ്റ്റ് ഒന്ന് 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അറിയാൻ പറ്റും 140 മുട്ടാനായിട്ട് കിടപ്പുണ്ട്. 140 ഇനി പോയി കഴിഞ്ഞാൽ 149. 149, 150. ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇവിടെ. 5 മിനിറ്റിലേക്കും കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 150 ലെവലിൽ ഹിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ 149.75, 149.9 ആ ലെവലിലൊക്കെ പോയി നിൽക്കും. ആ 150 ബ്രേക്ക് ചെയ്താൽ പിന്നെ 175ലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിയിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 151 ആയിട്ടുണ്ട്, 152 ആയി. അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് തടസ്സങ്ങളുണ്ട്, അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ 175ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നൂറ്റി 155 ഒരു കൺസോളേഷൻ സോണാണ്. അല്ല മതി, ഇത്രയും മതി. ഒരു ന്യായമായിട്ടൊരു 9:30 ആകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഇപ്പോൾ ഒരു 140 ട്രെയിൽ ചെയ്തങ്ങ് വെച്ചേക്കുക. ബാക്കി 8 പോയിൻ്റ് അല്ലേ. 151 ഒരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 155ലേക്ക് പോകും. 150 ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 150 റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 155ലേക്കായിരിക്കും പോകുന്നത്. 55 കൺസോൾട്ടേഷൻ സോണാണ്. 52, 53, ഒരു 10 പോയിന്റ് വിഷയമല്ല എന്നുണ്ടെങ്കിൽ ഒരു 140 കയറ്റി ട്രെയിൽ ചെയ്തിട്ടേക്കുക. നൂറ്റി 150 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അടുത്ത കൺസോൾട്ടേഷൻ സോൺ 155. അപ്പോൾ ഒരു 145ലേക്ക്, 140 നമ്മൾ പറഞ്ഞപ്പോൾ ഒരു 145ലേക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്തിടാം. നമ്മളങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയാൽ മതി. നമ്മൾ ഒരിക്കലും ഒറ്റടിക്കൊന്നും ഗ്രീൻ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് ഹാപ്പി ആയ ഒരു ലെവലിലേക്ക് കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 155. അപ്പോൾ ആ ഒരു ടാർഗറ്റും ഹിറ്റ് ചെയ്തു. 155 നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 160 ഉണ്ട്, 170 ഉണ്ട്, 195 ഉണ്ട്. അങ്ങനെ ഒരുപാട് ലെവലുകൾ ഓൾമോസ്റ്റ് കിടപ്പുണ്ട്. 160ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 157, 160ലേക്ക് മാർക്കറ്റ് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അവിടം വരെയൊക്കെ പ്രതീക്ഷിക്കാം. 160 കഴിഞ്ഞാൽ പിന്നെ 165 കൺസോൾട്ടേഷൻ സോൺ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 150ലേക്ക് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ലെവലായ ഒരു 150ലേക്ക് മാക്സിമം കയറ്റി വെച്ചേക്കുക. എന്നിട്ട് കയ്യും കെട്ടിയിരിക്കുക. 159.90, 160 ബ്രേക്ക് ചെയ്താൽ പിന്നെ 165 അടുത്ത കൺസോൾട്ടേഷൻ.
170 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 163, 164, 164. അപ്പം 165 നമ്മൾ പറഞ്ഞ കൺസോളേഷൻ സോണാണ്. അവിടെ ഒരു വൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറ്റി അങ്ങ് വെച്ച് കൊണ്ടുപോകണം. 164.55 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. 160 ട്രെയിൽ ചെയ്തിട്ട് നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. 170 എക്സ്പാൻഷൻ കിടപ്പുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വന്നേക്കാം മേ ബി. കാരണം 15 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ അടുത്ത് വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ 15 മിനിറ്റിൽ അപ്പർ സൈഡ് ആണെങ്കിലും എഗെയിൻസ്റ്റ് ഒഴുക്കിനെതിരെയാണ് പിയിൽ നീന്തിയത്. അപ്പോൾ ഒഴുക്കിനെതിരെ പിയിൽ നീന്തുമ്പോൾ ഇന്നലെയും പറഞ്ഞു മിനിഞ്ഞാന്നും പറഞ്ഞു കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് മാക്സിമം അവിടെ എടുത്തു കഴിഞ്ഞിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കണം. പിയിൽ ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്രേക്ക് ചെയ്തു. നമ്മൾ ട്രെയിൽ ചെയ്ത് 160 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഈ ക്രോസ് ഓവർ ഇനി ക്രോസ് ഓവറായി ക്രോസ് ചെയ്ത് റെഡിലേക്കും കൂടെ വരുമ്പോഴാണ് മാർക്കറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു മൂവ്മെൻ്റ് ഒക്കെ വരത്തുള്ളൂ. 170 ഓൾറെഡി എക്സ്പാൻഷൻ ചെയ്ത് നിന്നതാണ്. ഒരു 165 ബ്രേക്ക് ചെയ്താൽ ഒരു 172 ഇനിയും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടും. നമ്മളത് വലുതായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യണ്ട. 165 ബ്രേക്ക് ചെയ്താൽ പിന്നെ 170 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ തൊട്ട് ഇവിടം വരെയുള്ള 160 വളരെ സേഫായിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടി, അപ്പുറത്തൊരു 10 പോയിൻ്റ് വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകാനും ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ റൂമിലേക്ക് ജോയിൻ ചെയ്യാം. ഒരിക്കലും എടുക്കാനോ വിൽക്കാനോ പറയില്ല. ഇതേപോലെ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റൂമിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇന്ന് 12 വെള്ളിയാഴ്ചയായി. അപ്പോൾ നമ്മുടെ ലൈവ് ട്രേഡിങ്ങിൻ്റെ ഒരു റൂം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ള റൂമിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 21 പേർക്കാണ് ഒരു മാസം റൂമിലേക്കുള്ള എൻട്രി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്തിടാം. പിന്നെ എന്തായാലും ഒരിക്കൽ കൂടി നല്ലൊരു വെള്ളിയാഴ്ചയായിരുന്നു. നന്നായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് 170 ഒരു എക്സ്പാൻഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 165 എന്നുള്ള സ്ഥലത്ത് നിലവിലുള്ള ഹൈ വന്നിരിക്കുന്നത് 164.55 ആണ്. അതായത് വാതിൽ തുറന്നിട്ടുണ്ടായില്ല നേരത്തെ 165. അപ്പോൾ 165 എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 170 ഒന്നും കൂടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ്. നമുക്കതും കൂടെ വരുമില്ലെന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ സപ്പോർട്ട് പറഞ്ഞു, ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് പറഞ്ഞു. ഇനിയും മാർക്കറ്റ് മുകളിൽ മുട്ടാനായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറഞ്ഞേക്കണം 24,500 മുട്ടാനായിട്ട് കിടപ്പുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത് നമ്മൾ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞു, മാർക്കറ്റ് എവിടെ പോയാലും മാർക്കറ്റ് തിരിച്ച് വരേണ്ട സ്ഥലത്തേക്ക് മാർക്കറ്റ് വരും. ആ ഒരൊറ്റ കോൺഫിഡൻറ്റിലാണ് നമ്മൾ അത് റൈഡ് ചെയ്തു പോയത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എവിടം വരെ വന്നിട്ടുണ്ട് മാർക്കറ്റ്. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം 24,494 മാർക്കറ്റ് എവിടെയൊക്കെ തന്നെ പോയാലും മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ 24,494 മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ 24,482 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് ശരിക്കും വരേണ്ട ഒരു ഏരിയ 24,494. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ഇവിടെ ക്രോസ് ഓവർ ഈ ഒരു ലെവലിൽ ക്രോസ് ഓവർ മാർക്കറ്റിലായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 24,494 എത്തുമോ, അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം പ്രകാരം ഇത് അതിനു വേണ്ടി മാത്രമുള്ളൊരു ചാർട്ടാണ്. അതായത് ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ ഈ ഒരു ചാർട്ട് സ്യൂട്ടാവുമോ എന്നുള്ള ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒരു അപ്സൈഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഇന്ന ലെവൽ വരെ മാർക്കറ്റ് വരും.
വരാതിരിക്കാനായിട്ട് ചാൻസ് ഇല്ല. അത് ടെക്നിക്കലി നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചാർട്ടാണ്. ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് പഠിക്കുന്ന ആൾക്കാർക്കാണ്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈസി ആയിട്ട് അത് ട്രെയിൽ ചെയ്ത് 160 വരെ ഓൾമോസ്റ്റ് ഈ ക്രോസ് ഓവർ കണ്ടപ്പോൾ 160 വരെ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഓൾറെഡി ഇവിടെ 140 സപ്പോർട്ടാണ്. ഇപ്പോൾ 140 സപ്പോർട്ട് എടുത്താൽ 136 സ്റ്റോപ്പ് ലോസ് നമുക്കിടാം. 140 എൻട്രി എടുത്തിട്ട് 136, ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് 160 വെക്കാം. വീണ്ടും യെല്ലോ ലൈൻ ഇവിടെ മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു വയലറ്റ് ലൈൻ ഉണ്ട്. ഈ 147 150 ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 161 പോകും. ഈവൻ ഇത് നമ്മളിട്ട് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ്? 165 അപ്പോൾ ആ 165 മുതൽ ഇവിടെ 170 ടച്ച് ചെയ്യാനുണ്ട്. ആ 5 പോയിന്റ് ഇവിടെ പോയ സ്റ്റോപ്പ് ലോസ് ഇവിടെ 5 പോയിന്റ് കയറ്റിയിടാം. അവിടെ നിന്ന് കുറച്ചും കൂടെ ബ്രേക്ക് ചെയ്താൽ 176 പോകും. അപ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് മെയിനായിട്ട് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 50 മിനിറ്റ്സ് ആണ്, ഇവിടെ 2 മിനിറ്റ് ആണ്. 2 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ 50 മിനിറ്റ്സിൽ എന്താവും? നെക്സ്റ്റ് 9:45 ക്യാൻഡിലാണ് ഫോം ആവാൻ പോകുന്നത്. ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് എന്താവും? നേരെ താഴത്തോട്ട് ഒരു 130 ഫാളാവും. അല്ലെങ്കിൽ 120 നമ്മൾ എൻട്രി എടുത്ത അതേ പ്രൈസിലേക്ക് ചിലപ്പോൾ ഒരു ഡൗൺ വരും. ആ ഡൗൺ വരുമ്പോൾ എന്താവും? ഇവിടെ എന്താവും? ഇവിടെ ഒരൊറ്റടിക്ക് മേളി 161 ചെന്ന് മുട്ടാം. നേരെ മറിച്ച് ഇത് താഴത്തോട്ട് നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസേക്ക് ഫാളാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെവിടെ പോവും? 170 പോയി മുട്ടും. കാരണം അവിടെ മുട്ടാനായിട്ടുള്ള പോസിബിൾ ഏരിയ കിടപ്പുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ക്യാൻഡിലായിട്ടാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 170 ഓൾമോസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ പി മാത്രം എടുത്തു വെച്ചിരിക്കുന്നവർ ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 36 ഒരു 6 പോയിൻ്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. നമ്മൾ 140 എൻട്രി പറഞ്ഞത്. ഇതിൻ്റെ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 136.30, 4 അല്ലെങ്കിൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ RSI നമ്മൾ നോക്കുമ്പോൾ മെജോറിറ്റി അപ്പർ സൈഡിലേക്കാണ് നിൽക്കേണ്ടത്. മാർക്കറ്റ് ശരിക്കും പോകേണ്ടത് 155 അതായത് 140 മുതൽ 155 അല്ലെങ്കിൽ 161 159 20 പോയിന്റ് നമുക്ക് അവിടെ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് പിയിലേക്ക് നടക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോകാത്തതിൻ്റെ റീസൺ സിയിൽ 170 മുട്ടാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് 50 മിനിറ്റ്സിൽ ഒരു ഹൈപ്പ് ഒരു വിക്ക് പെട്ടെന്ന് മേളിലോട്ട് അടിക്കുവാണെങ്കിൽ മാത്രമാണ് ഇപ്പുറത്തൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്പേസ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അത് മെജോറിറ്റി മാർക്കറ്റ് മേളിലോട്ട് തന്നെയാണ് പിയുടെ ഡയറക്ഷൻ നിൽക്കുന്നത് ആ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ. പക്ഷെ ആ 170 അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കുന്ന കാരണമാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവിടെ ഇടണം. അപ്പുറത്ത് എന്ത് ചെയ്യണം? 163 ബ്രേക്ക് ചെയ്താൽ 170 മാർക്കറ്റ് പോകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണമെന്ന് താനും. പോയില്ലെങ്കിൽ വേണ്ട, നമുക്ക് 140 എൻട്രി എടുത്തിട്ട് ഇപ്പോൾ 148 149 10 പോയിൻ്റ് ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കവിടെ ടെൻഷനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 140 എൻട്രി എടുത്തു, മാർക്കറ്റ് 154 വരെ പോകണം, അല്ലെങ്കിൽ 158 വരെ മാർക്കറ്റ് പോകേണ്ടതാണ്. അപ്പോൾ ഇൻ കേസ് അവിടെ ഒരു പ്രശ്നം പറ്റിയാലും ആ ലോസ് ഇപ്പുറത്ത് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടേക്കുന്നത് കാരണം നമുക്ക് ടെൻഷനില്ല. അപ്പോൾ ആ യെല്ലോ ലൈൻ ഓൾറെഡി മുട്ടിയിട്ടില്ല. RSI അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഒരു 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ നമ്മളവിടെ എടുത്തിട്ടേക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പുറത്ത് എടുക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പുറത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. അതായത് 140 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അപ്പുറത്തോട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്പൈക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഓൾമോസ്റ്റ് 140 മുതൽ 154 വരെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 14 പോയിൻ്റാണ് സിംഗിൾ ക്യാൻഡലിൽ പ്രോഫിറ്റായിട്ട് സാധിച്ചിരിക്കുന്നത്. പക്ഷേ അത് അവിടെ നിന്നാൽ പോരാ, അതിന് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിന് വലിയൊരു ലെങ്ത്തുള്ള ക്യാൻഡിലാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു റൈഡ് നമ്മൾ ക്യാച്ച് ചെയ്തെടുത്തത്. 154. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 154 മുട്ടിയപ്പോൾ ഒരു 10 ലോട്ട് എടുത്ത വ്യക്തിയാണെങ്കിൽ ഒരു 5 ലോട്ടോ 8 ലോട്ടോ അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് സ്റ്റോപ്പ് ലോസ് 140 എന്നുള്ളത് ഒരു 141 കയറ്റിയിടണം. നമ്മുടെ ഫസ്റ്റ് ട്രിഗർ പ്രൈസ് യെല്ലോ ലൈനാണ് 152 ആണെന്ന് നമ്മൾ പറഞ്ഞു. 140 നിന്ന് 152 വരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അങ്ങോട്ട് പോവുള്ളൂ, 158 പോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹാഫ് പോർഷൻ കൊടുക്കാം. നമ്മുടെ ഡെയിലി റൊട്ടീൻ കഴിഞ്ഞു, 13 പോയിൻ്റ് കഴിഞ്ഞു. 10 ലോട്ടിലാണെങ്കിൽ 2500 രൂപ, 20 ലോട്ടിലാണെങ്കിൽ 5000 റുപ്പീസാണ്. 5 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. നെക്സ്റ്റ് ടാർഗറ്റ് വന്നിട്ട് 158 ആണ്. അപ്പോൾ അത് കയറ്റി ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് ഇനി പി സൈഡിലേക്കാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 170 ഇപ്പുണ്ടെങ്കിലും നമ്മളെവിടെ പ്ലാൻ ചെയ്തത് 162, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ 170 പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുകയാണെങ്കിൽ പിന്നെ ആവറേജ് ചെയ്യാനുള്ള പൊസിഷൻ ഇവിടെയാണ്. ആ ആവറേജ് ഇവിടെ ചെയ്താലും ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റാണ്. 170 ആണെങ്കിൽ 140 എടുത്തതെന്നുണ്ടെങ്കിൽ 150 ഈ റേഞ്ച് കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ ആയിട്ട് നമുക്ക് ആവറേജ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിൽക്കുന്ന ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്യണത് 158 അപ്പോൾ താഴത്ത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചത് എന്ത് ചെയ്യണം, ഒരു 147 കയറ്റി വെക്കണം. 149.10 നിലവിൽ നിൽക്കുന്നത്. ആ താഴത്ത് ഇപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ച് എന്ത് ചെയ്യണം, 149.10. അപ്പോൾ 149 കയറ്റി വെക്കണം. 10 പോയിൻ്റ് കിട്ടിയാൽ മതി. ഇത് ഡോജി ക്യാൻഡിലാണ്, ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. അപ്പോൾ 142 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. മാർക്കറ്റ് ഈസി ആയിട്ട് 163 എത്തി, 166 എത്തി. അത് നേരെ ട്രെയിൽ ചെയ്ത് 158 കയറ്റി വെക്കുക. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞ അതേ ലെവലിൽ മാർക്കറ്റ് എത്തി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് 162 എത്തി. അത് 170 അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു 159 160 കയറ്റി വെച്ചാൽ അവിടെ ലോക്ക് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. 170 എത്തി, ഏകദേശം 170 എത്തി. അപ്പോൾ ഇവിടെ എവിടെ എത്തി, ഇവിടെ ക്രോസ് ഓവറാണ്. ആ ക്രോസ് ഓവർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് 140 നമ്മൾ എൻട്രി എടുത്തത്. 24, 25, 28 പോയിൻ്റ് ഇതിൽ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 170 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇവിടെ എന്തായ അവസ്ഥ, നമ്മൾ പറഞ്ഞ ആ ഒരു ട്രിഗർ പ്രൈസിൽ ബ്ലൂ ലൈൻ, നമ്മൾ രാവിലെ വരച്ച് വെച്ച ബ്ലൂ ലൈൻ അവിടെ പോയിട്ടാണ് മാർക്കറ്റ് എന്ത് ഫാസ്റ്റായിട്ടാണ് താഴത്തോട്ട് വന്നതെന്ന് നോക്കി. 172 മാർക്കറ്റ് 175 178 180. ഇനി വന്ന ട്രിഗർ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SMA മുട്ടണം 15 മിനിറ്റ്സിൽ. RSI ക്രോസ് ഓവറാണ്. 120 വന്ന് സപ്പോർട്ട് എടുത്തിരിക്കണേ. അത് 9:56. ഇനി 10 മണിക്കത്തെ മൂവ്മെൻറ്റിലാണ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് എവിടം വരെ വന്നു, ഈ ഒരു ടിപ്പ് വരെ വന്നിട്ടുള്ളൂ. പക്ഷെ അതൊന്നും പോരാ, ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് സ്കോപ്പ് ഉള്ളതാണ്. 175 റീടെസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സേഫ് സോണാണ്.
കാരണം അവിടെ ലൈൻ പൊക്കത്തേക്ക് മാറി, അവിടെ സേഫ് സോണാണ്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. 184 ബ്രേക്ക് ചെയ്താലാണ് അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര പോയിൻ്റ് കിട്ടി? വളരെ സിമ്പിളായിട്ട് വളരെ പ്ലാൻ ചെയ്ത് മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈമാണ്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സെറ്റിൽ ആവാനുള്ള ടൈമാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ഒരു വേരിയേഷൻസ് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു. 175 എക്സിറ്റായി. അപ്പോൾ 140 മുതൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ 175 വരെ ഈസി ആയിട്ട് 135 പോയിൻ്റ്. RSI ക്രോസ് ഓവറൊന്നും ആയിട്ടില്ല. ഇനിയും സ്കോപ്പൊക്കെ ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്. ബിക്കോസ് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫോം ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. 200 വരെ ചാൻസസ് കിടപ്പുണ്ട്. എവിടം വരെയും 200 വരെ. 200 ബ്രേക്ക് ചെയ്താൽ 212 വരെ മാർക്കറ്റിൽ ചാൻസ് കിടപ്പുണ്ട്. ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ദിവസം 10 പോയിൻ്റ് മതി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ 163 ആ ഭാഗത്ത് കൊണ്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കും. ഇത് എവിടെ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവറിലൊന്നെങ്കിൽ മാക്സിമം പ്രോഫിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കെവിടെ ഈ 163 10 പോയിൻ്റ് ആഗ്രഹിച്ച് മാർക്കറ്റ് ഇട്ട് വരുന്നൊരു വ്യക്തിക്ക് 140 നിന്ന് 23 പോയിൻ്റ് കിട്ടി. അത് നമ്മൾ സേഫാക്കി ലോക്കാക്കി വെച്ചിട്ട് ബാക്കി ഈ RSIയുടെ ക്രോസ് ഓവർ ആവുന്നവരെയും കയ്യും കെട്ടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ SMA മുട്ടാനുണ്ട്. ഇവിടെ SMA ഇനി മുട്ടാനുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിലും ചെറിയൊരു ഡൗണാണ് വന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് അടുത്ത് വരെ ചെന്നിട്ടാണ് തിരിച്ചൊരു ഡംപ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ 2 മിനിറ്റിൽ RSI ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ എന്തായി? 175 മാർക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് അവിടം വരെ മാർക്കറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അടുത്ത സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കിയേ, നമ്മൾ 140 കയറി 175 സേഫാണെന്ന് പറഞ്ഞു. അവിടെ മാർക്കറ്റിൽ ഇറങ്ങി മാർക്കറ്റ് വീണ്ടും 149 ഇവിടെ ഒരു മടക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എന്തായി? അടുത്ത മൂവ്മെൻറ്റും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് സെറ്റിൽ ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 118 വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ സേഫായി. അപ്പോൾ 140 മുതൽ 75 വരെ. അപ്പോൾ അപ്പുറത്ത് ആദ്യമേ കിട്ടിയ ഒരു 40 പോയിൻറ്റും ഇവിടെ 35 പോയിൻറ്റും. അപ്പോൾ 75 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നേരിട്ട് വിളിക്കാം. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.